കൊല്ലം കൊട്ടിയത്ത് ബിജു സ്പൈസസ് സ്ഥാപനത്തിൽ മോഷണം. കടയിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവിന്റെ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നും ഡോക്ടർമാർ കല്ല് നീക്കം ചെയ്തു. വായിൽ വേദനയും പഴുപ്പും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നും കല്ല് കണ്ടെത്തിയത്. തൃശൂരിൽ KKTM ഗവൺമെന്റ് കോളേജിൽ 4 വർഷ ബിരുദ കോഴ്സിനെ കുറിച്ചുള്ള സംശയ നിവാരണ ക്ലാസ് സംഘടിപ്പിച്ചു. പരിപാടി അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കൊല്ലം മഞ്ചലിൽ 17കാരനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മുൻ സൈനികൻ അറസ്റ്റിലായത് ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന സ്ഥാപനം നടത്തുന്ന വക്കൽ സ്വദേശി ശിവകുമാർ. തുഷാരഗിരി ചാലിപ്പുഴയിൽ ശക്തമായ മഴവെള്ളപ്പാച്ചിൽ. ചെമ്പുക്കടവ്, പറപ്പറ്റ എന്നിവിടങ്ങളിലും മഴവെള്ളപ്പാച്ചിൽ ശക്തമായ മഴയെ തുടർന്ന് തുഷാരഗിരി വെള്ളച്ചാട്ടം ശക്തി പ്രാപിച്ചു. വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. മലയോര മേഖലയിൽ മഴ കനക്കുന്ന സാഹചര്യത്തിൽ പുഴയിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. തൃശൂരിലെ മുതിർന്ന CPM നേതാവ് KS ശങ്കരൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. നെഞ്ചുവേദനയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. എറണാകുളം ചിറ്റാറ്റുകരയിൽ കനത്ത മഴയിൽ വീട് തകർന്നു. കുറ്റിക്കാട് ജോളി പവിത്രന്റെ വീടാണ് തകർന്നത്. വീട് തകരുന്ന ശബ്ദം കേട്ട് ഓടിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. തൃശൂർ മണലൂരിലെ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന വനിതാ ബാത്റൂമിലെ സാനിറ്ററി ഡിസ്പോസിബിൾ മെഷീൻ വിനയാകുന്നു. മെഷീൻ തെറ്റായി സ്ഥാപിച്ചതിനാൽ ടോയ്ലറ്റിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തലയിടിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതി. പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ വിവരം അറിയിച്ചിട്ടും ആവശ്യമായ നടപടികൾ എടുത്തില്ലെന്ന് ആക്ഷേപം. തൃശൂർ വാടനപ്പള്ളിയിൽ അപകട ഭീഷണിയായി കാഞ്ഞാണി പെരുമ്പുഴ പാലം പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ KR ജോർജ് പാലത്തിന് സമീപം സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കും. വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിന്റെ ഭിത്തി ഇടിഞ്ഞ നിലയിൽ. അപകടം സംഭവിക്കുന്നതിന് മുൻപ് പാലം പുതുക്കി പണിയണമെന്ന ആവശ്യം ശക്തം. തിരുവനന്തപുരത്തെ വിവിധ പ്രദേശങ്ങളിൽ ആന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നതായി പരാതി. ആന കൃഷി നശിപ്പിക്കുന്നത് പാലോട്, മങ്കയം, വെങ്കട്ട, ആഴ്ചക്കോണം എന്നിവിടങ്ങളിൽ. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ പ്രദേശത്തെത്തിയില്ലെന്ന് നാട്ടുകാർ. സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ. മലപ്പുറത്ത് നീന്തൽ പരിശീലനത്തിനിടെ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന 4 വയസ്സുകാരൻ മരിച്ചത് കോട്ടക്കൽ സ്വദേശി ധ്യാൻ നാരായണൻ. രക്ഷിതാക്കൾ നീന്തൽ പഠിപ്പിക്കുന്നതിനിടെ കുട്ടി മുങ്ങിപ്പോവുകയായിരുന്നു. ആലപ്പുഴ ഹരിപ്പാട് യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച പ്രതി പിടിയിലായത് തുലാംപറമ്പ് സ്വദേശി സന്ദീപ്. വെട്ടുവേണി സ്വദേശി ഗിരീഷ് കുമാറിനെയാണ് സന്ദീപ് ആക്രമിച്ചത്. ആക്രമണത്തിന് കാരണം മുൻ വൈരാഗ്യമെന്ന് പ്രതി. കണ്ണൂർ മാതമംഗലത്ത് CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പാർട്ടി അനുഭാവി തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് കുറ്റൂർ സ്വദേശി K രഘു. സംഭവം AV സ്മാരക മന്ദിരത്തിൽ. തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചികൾ തകർത്ത് മോഷണ ശ്രമം. കഴിഞ്ഞ ദിവസം കാണിക്ക വഞ്ചികളിൽ നിന്നും പണം എടുത്തതിനാൽ പണം ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് മുക്കത്ത് അംഗനവാടി കുട്ടികൾക്ക് വൃക്ഷത്തെ നൽകി പഞ്ചായത്ത്. പരിപാടി സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി സൗഹൃദ ചിന്ത ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെ. പരിപാടി കൊടിയത്തൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് V ഷംലൂലത്ത് പരിസ്ഥിതി ദിന സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു. സൗദി അറേബ്യയിലെ മഹായിലിൽ പിക്കപ്പും വാട്ടർ ടാങ്കറും കൂട്ടിയിടിച്ച് 5 മരണം. അപകടത്തിൽപ്പെട്ടത് 2 വിദ്യാർത്ഥികളും 3 വിദേശികളും. അപകടത്തിൽ പിക്കപ്പ് വാൻ പൂർണ്ണമായും തകർന്നു.